ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ ഗ്രീൻ ഹൗസ് കാണണ്ടേ? ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഗ്രീൻ ഹൗസ്. എൻ്റെ അത് കാര്യമായിട്ട് ഒന്നും നട്ടിട്ടില്ല, ക്ലീൻ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ പയറൊക്കെ കയറിപ്പോയ അതിൻ്റെ വള്ളികളും ഇതെല്ലാം ക്ലീൻ ചെയ്യണം. അവിടെ ചെടികളിലെല്ലാം പുല്ല് കയറിയിട്ടുണ്ട്, ഗ്രോ ബാഗിലെല്ലാം പുല്ല് കയറിയിട്ടുണ്ട്, അതൊക്കെ പറിച്ചു കളഞ്ഞ് അങ്ങനെ ക്ലീൻ ചെയ്തിടണം. ഇവിടെയാണെങ്കിൽ ഇത് ഞാൻ ബ്രുസെല്ലസ് സ്പ്രൗട്ട് നട്ടിരുന്നതാണ് കേട്ടോ. അതിപ്പം ബ്രുസെല്ലസ് സ്പ്രൗട്ടിൻ്റെ അത് അങ്ങനെയുള്ളൊരു വിത്തൊന്നും വരുന്നില്ല. എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പരീക്ഷണത്തിനായിട്ട് നട്ടിരുന്നത്. അതായത് ഇലകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഇലകളൊക്കെ പറിച്ച് കറി വെക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് വേണ്ടതോ ആകുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ടൈം നിർത്തിയിട്ടുണ്ട്, അതൊക്കെ ഇനി പുറത്തേക്ക് മാറ്റേണ്ടതാണ്. ഇവിടെ ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് ജെറേനിയമാണ്. അത് വാങ്ങിച്ചതായിരുന്നു പുറത്തുനിന്ന് കടയിൽ നിന്ന്. പിന്നെ ഇത് കുറച്ച് വിത്തിട്ട് മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കോർജറ്റും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് പെറ്റൂണിയയും കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ് നടാനായിട്ട്. ഇവിടെ പിന്നെ കുറച്ച് ഇത് നടേണ്ട സമയം കഴിഞ്ഞതാണ് കേട്ടോ. നമ്മുടെ രാസ്ബെറി അങ്ങനത്തെ ബെറീസ് ഐറ്റംസ് കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ ബീൻസൊക്കെ മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, ഇതൊക്കെ മാറ്റി നടേണ്ടതാണ്. ചിലതിലൊന്നും മുളച്ചിട്ടില്ല, അതിലൊക്കെ വീണ്ടും നടണം. അങ്ങനെ കുറച്ച് പണിക്കായിട്ട് ഇറങ്ങിയതാണ്. ഇന്നിപ്പം മെയിൻ ഉദ്ദേശം ഗ്രീൻ ഹൗസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വിത്തുകളും ഇതൊക്കെ നടണം. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ഈ ഗ്രീൻ ഹൗസിലെ ചെടികളൊക്കെ പുറത്തേക്ക് മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷി ഇതിൻ്റെ അകത്തേക്ക് അകപ്പെട്ടു പോയതാണ്. ഗ്രീൻ ഹൗസിനുള്ളിലായിപ്പോയി. മാറി നിന്ന് കൊടുത്തിട്ട് അത് ഇറങ്ങിപ്പോകുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് അതിനെ കാണുമ്പോൾ പേടിക്കുന്നതാണ്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് വഴി കിട്ടി ഇറങ്ങിപ്പോയി. ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ബ്രുസെല്ലസ് സ്പ്രൗട്ടൊക്കെ വളർന്നു നിന്നതിന് ആ ചെടിച്ചട്ടികളെല്ലാം മാറ്റി വെച്ചു കേട്ടോ, പുറത്തേക്ക് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ ഹൗസിൻ്റെ തറയൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പൊടിയുണ്ട് നന്നായിട്ട്. അപ്പോൾ ഓരോ ചട്ടികളും മാറ്റി അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ അടിച്ച് മാറ്റുക. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ചെടിച്ചട്ടിയുടെ അകത്തൊക്കെ ചിലപ്പോൾ സ്നെയിൽ അടിയിലൊക്കെ കയറി ഇരിപ്പുണ്ടാവും. അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റണം. പിന്നെ ഈ മണ്ണിര ഉള്ളത് കൊണ്ട് എല്ലാ ചെടിച്ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ മണ്ണ് വരും. അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റി വാരി കളയാണ് കേട്ടോ. ഈ ഗ്രീൻ ഹൗസിൻ്റെ കമ്പിയുടെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ സ്നെയിലും സ്ലഗും ഒക്കെ കയറിയിരിക്കും. അതിനെയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു.
പിന്നെ ചുക്കിരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ട് ഈ പഴയ ബീൻസിൻ്റെ വള്ളികളൊക്കെ ഉണങ്ങി ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് കളഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഗ്രീൻ ഹൗസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഗ്രീൻ ഹൗസ് വെക്കുന്ന ഈ സ്നെയിലും സ്ലഗും കുഞ്ഞുങ്ങളും ഒക്കെ ഇരിക്കുന്നത് അതൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറികൾ കുറേ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതെല്ലാം വന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ പച്ചക്കറികളൊക്കെ നടുകയാണെങ്കിൽ അതെല്ലാം വന്ന് കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യമേ ഗ്രീൻ ഹൗസ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നട്ടു കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ സ്ലഗിൻ്റെയും സ്നെയിലിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളാണ് കൂടുതലും ഇങ്ങനെ ഇരിക്കുന്നത്. ഈ വിൻ്റർ ആകുമ്പം ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കളയുകയാണെങ്കിൽ തന്നെ നമ്മുടെ പച്ചക്കറികൾ കുറേയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യമേ ഞാനിങ്ങനെ എല്ലാ വർഷവും തന്നെ ചെയ്യാറുണ്ട്. ഈ ഗ്ലാസ്സിൽ കൂടെ പാണ്ട് പിടിച്ച പോലെ ഇരിക്കുന്ന കാണുന്ന ഇതുണ്ടല്ലോ, ഇത് പായലാണ്. ഇത് ഇങ്ങനെ ഇരുന്ന് കാണാൻ ഒരു ഭംഗിയില്ല, വെളിച്ചവും അധികം കടക്കത്തും ഇല്ല. ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്കാണെങ്കിലും നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതും ഞാനിങ്ങനെ എല്ലാ വർഷവും ക്ലീൻ ചെയ്ത് കളയാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ പിടിക്കുന്നതായിരിക്കാം ഇങ്ങനെ പായൽ. എന്തായാലും ഞാനിത് ഇതുപോലെ ഒരു ഇതിൻ്റെ അടിയിലത്തെ സ്പോഞ്ചാണ് കേട്ടോ. അങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് അത് സോപ്പ് പൊടിയും കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാറ്. ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ട് അന്നേരം തന്നെ കഴുകിയില്ലെങ്കിൽ വീണ്ടും അവിടെ പാട് പിടിച്ച പോലെ തന്നെ ഇരിക്കും. അപ്പം ഇങ്ങനെ സോപ്പിട്ടൊന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് ഇളകുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അപ്പം തന്നെ അങ്ങോട്ട് കഴുകി കൊടുക്കണം, എന്നാലാണ് അത് പോകുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ഉരച്ച് കൊടുക്കണം. ഇങ്ങനെ കഴുകി കൊടുത്തു കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് കഴുകിയെടുത്ത് അകവും പുറവും കഴുകിയെടുക്കും കേട്ടോ, ഇതുപോലെ ഒന്ന് ഉരച്ചിട്ട്. അപ്പം ഈ ചെടികളും ഈ നെറ്റൊക്കെ കെട്ടി കൊടുത്തേക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാൻ. ഈ ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ചെയ്യാം, മുകളിലും അതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ടും കൈ എത്തുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും. അത് കഴിയുമ്പോൾ ഇതെല്ലാം ക്ലീൻ ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ ഒരു സുഖമുണ്ട്, രസമാണ്. ഗ്ലാസ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കഴിയുമ്പോഴത്തേക്കും കാണാൻ നന്നായിട്ട് ഉള്ളിലേക്ക് കാണാമല്ലോ, അപ്പം രസമാണ്. അത് ഓർക്കുമ്പോൾ പിന്നെ എത്ര ഇഷ്ടപ്പെട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കും കേട്ടോ.
അങ്ങനെ ഗ്രീൻ ഹൗസിനെ ഒന്ന് മൊത്തത്തിൽ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്ത് ഈ സമ്മറിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും പച്ചക്കറികളൊക്കെ നടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.